ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതേ രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മളത് ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്ങിന് ഇത്തിരി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തേങ്ങയുടെ പച്ചമണവും അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടട്ടെ. അധികം ഡ്രൈ ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്കുള്ള ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു മിനുസുള്ള പൊടിയാണ്. പുട്ടുപൊടി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മധുരം വേണ്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെയൊക്കെ അളവൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം ഒരു ഏലക്കയായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്ര കട്ടി വേണ്ട. നമ്മളിത് 1 കപ്പ് കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ അളവിൽ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ലൂസിലാണ് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി നെയ്യൊന്ന് തടിയൊക്കെ കൊടുക്കുന്നുണ്ട്. വാഴയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പാത്രത്തിൻ്റെ അടിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വാഴയിലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടുമേ. ഇപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാറ്ററിലേക്ക് നമ്മൾ ആ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും കൂടെ ഇതേ രീതിയിലൊന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഫില്ലിങ്ങും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ കത്തി വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മൾ വാഴയില വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിൽ പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടൊന്നോ പാത്രത്തിൽ നിന്ന് ഇത് ഇളകി വന്നിട്ടില്ല. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഒരു കായ് പായസമൊക്കെ ഇല്ല, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടായിരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ.
ഈ ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്